ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഗ്രീക്ക് മെഡിസിൻ എന്നറിയപ്പെടുന്ന യുനാനി മെഡിസിൻ പ്രാക്ടീസ് ചെയ്യപ്പെടുന്നുണ്ട്. ഇന്ത്യയിൽ വിവിധ സംസ്ഥാനങ്ങളിൽ ഗവൺമെൻറ് കോളേജും പ്രൈവറ്റ് കോളേജും ഒക്കെ ഉണ്ട്. കേരളത്തിൽ ഈ കോളേജ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങളൊരു കോളേജ് തുടങ്ങാൻ കാരണമായ പ്രചോദനം എന്തായിരുന്നു? 2006 ഞങ്ങൾ 4 പേര് ഈ BMS കംപ്ലീറ്റ് ചെയ്തിട്ട് കേരളത്തിലെത്തുന്നത്. 3 ഡോക്ടേഴ്സ് അന്ന് ക്വാളിഫൈഡ് ആയ ഡോക്ടേഴ്സ് കേരളത്തിലുള്ളൂ. ഈ സമയത്ത് ഇത്ര എഫക്റ്റീവായ ഒരു ട്രീറ്റ്മെൻറ്റ് രീതി, അതിൻ്റെ ഒരു കോളേജ് കേരളത്തിലില്ലാത്ത ഈ ഒരു കണ്ടീഷനിലാണ് മർക്കസിനെ സമീപിച്ച് അതിൻ്റെ കീഴിലായിട്ട് ഇങ്ങനെ ഒരു കോളേജ് വരണം എന്നുള്ള ഒരാശയം മുമ്പോട്ട് വെച്ചത്. 10 വർഷമായി കോളേജ് സ്റ്റാർട്ട് ചെയ്തിട്ട് 5 ബാച്ചോളം യുനാനി മെഡിക്കൽ കോളേജിൽ നിന്ന് പുറത്ത് വന്നിട്ടുണ്ട്. ഒരു സ്റ്റുഡൻറ്റ് BMS പഠിക്കാൻ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അഡ്മിഷൻ ക്വാളിഫിക്കേഷൻ എന്താണ്? എങ്ങനെയാണ് കോളേജിൽ അഡ്മിഷൻ എടുക്കുക? ആയുഷ് എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെൻറ്റിൽ ആയുർവേദ, യുനാനി, യോഗ, സിദ്ധ എല്ലാത്തിനും ഒരേ ഒരു മാനദണ്ഡമാണ്. +2 സയൻസ് കഴിഞ്ഞിട്ട് നീറ്റ് പാസ്സായ ആർക്കും ഇതിൽ അഡ്മിഷൻ എടുക്കാം. നീറ്റ് ക്വാളിഫൈ ആവണം. BMS പഠിക്കണമെങ്കിൽ എത്ര വർഷമാണ് ഇതിൻ്റെ ഡ്യൂറേഷൻ? അതുപോലെ ഇതിൻ്റെ സിലബസിൽ എന്തൊക്കെയാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്? ഇപ്പോൾ ആയുർവേദത്തിൽ സംസ്കൃതം വേണമെന്ന് പറയുന്ന പോലെ ഏതെങ്കിലും ഒരു ഭാഷ ഉണ്ടായാൽ മാത്രമേ BMS പഠിക്കാവൂ എന്നുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഇതിലുണ്ടോ? ഇത് 5.5 വർഷത്തെ കോഴ്സാണ്. അതിൽ 4.5 വർഷം അതിൻ്റെ കോഴ്സും 1 വർഷം ഇൻറ്റേൺഷിപ്പും. പിന്നെ ഇതിൽ പ്രത്യേക ലാംഗ്വേജ് ഇല്ല, ഇംഗ്ലീഷിലാണ് സബ്ജക്റ്റുകളൊക്കെ വരുന്നത്. BMS പഠിച്ചതിന് ശേഷം ഉപരിപഠനത്തിന് എന്തൊക്കെ സാധ്യതകളുണ്ട്? BMSന് ശേഷം PG ചെയ്യാൻ പറ്റും. യുനാനി തന്നെ ജനറൽ മെഡിസിനിൽ, അതുപോലെ സർജറിയിൽ, ഗൈനക്ക്, പീഡിയാട്രിക്, ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റിൽ നമുക്ക് 3 വർഷത്തെ MD ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതിന് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സ്റ്റൈഫൻഡോട് കൂടി ചെയ്യാൻ പറ്റിയ സെൻട്രൽ ഗവൺമെൻറ് ഡയറക്റ്റ് നടത്തുന്ന കോളേജുകളുണ്ട് ഇന്ത്യയിൽ തന്നെ പല ഭാഗത്തായിട്ട്. പിന്നെ നമുക്ക് ഇനി വേറെ മോഡേൺ സബ്ജക്റ്റിൽ നമുക്ക് PG ചെയ്യണമെങ്കിൽ ഇന്ത്യൻ്റെ പുറത്തും ഇന്ത്യയിൽ തന്നെ ജിപ്മറിൽ നമ്മളെ കുട്ടി PG ചെയ്യുന്നുണ്ട്. അതുപോലെ UK, അമേരിക്ക, ഇറ്റലിയിൽ ഇവിടെയൊക്കെ തന്നെ ഇവിടുന്ന് പഠിച്ചിറങ്ങിയ കുട്ടികൾ PG ചെയ്യുന്നുണ്ട്. പിന്നെ വേറെ PG ഡിപ്ലോമ, ഓർത്തോ, അതുപോലെ ഗൈനക്ക്, അതുപോലെ സ്കിന്ന്, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഏരിയകളിൽ നമുക്ക് PG ഡിപ്ലോമ കോഴ്സുകളും ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരു ഡോക്ടറായിട്ട് ഒരു ക്ലിനിക്കിൽ ഇരിക്കുമ്പോൾ ഇതിൻ്റെ ഒരു യുനാനി മെഡിസിൻ വെച്ചിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ സാധ്യതകൾ എങ്ങനെയാണ്? പണ്ടത്തെ കാലത്തൊക്കെ ഇൻഫെക്റ്റീവ് ഡിസീസിലായിരുന്നു ആളുകൾ ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് ആളുകൾ മരിച്ചു പോയിട്ടുണ്ട് ആ ഒരു കാരണം കൊണ്ട്. പക്ഷേ ഇന്ന് അതൊക്കെ ഒരുപാട് കൺട്രോൾ ആയിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ ആളുകൾ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ലൈഫ് സ്റ്റൈൽ ഡിസോർഡറിൽ ബുദ്ധിമുട്ടുന്ന ആളുകളാണത്. അതുപോലെയുള്ള ഡിസീസുകൾ, അതിനൊക്കെ തന്നെ വളരെ എഫക്റ്റീവായ ട്രീറ്റ്മെൻറ്റ് നമുക്ക് യുനാനി കൊടുക്കാൻ പറ്റുന്നുണ്ട്. യുനാനിയിൽ മെഡിസിൻസ് ആണെങ്കിലും ഹെർബൽ മെഡിസിൻസ് ആണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. വളരെ എഫക്റ്റീവായ രൂപത്തിൽ, എന്നാൽ കൂടുതൽ സൈഡ് എഫക്റ്റ് ഇല്ലാത്ത രൂപത്തിൽ നമുക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഇതിൽ മെഡിസിനും ഉണ്ട്, അതുപോലെ റെജിമെനൽ തെറാപ്പീസ് യുനാനിയിലെ പ്രത്യേക ഒരു വിഭാഗമാണ്. ഇത് ഉപയോഗിച്ചിട്ട് പേഷ്യൻറ്റിനെ കംപ്ലീറ്റ് റിക്കവർ ആക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിലൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ബുദ്ധിമുട്ടാകുന്ന ഏരിയയാണ് മുട്ടുവേദന, കഴുത്ത് വേദന, അതുപോലെ നടുവേദന, ഈ ഒരു കണ്ടീഷൻ, സെർവൈക്കൽ സ്പോണ്ടിലോസിസ്, ലംബാർ സ്പോണ്ടിലോസിസ്, നീ പെയിന്, ഇതുപോലെയുള്ള വേദനകൾ. ഇതിലൊക്കെ തന്നെ നമുക്ക് മെഡിസിനും കൊടുക്കാൻ പറ്റും. അതുപോലെ ട്രീറ്റ്മെൻറ്റുകൾ, IB ഇലാജ് വിത്ത് അദ്വിയിലുള്ള ട്രീറ്റ്മെൻറ്റുകളും കൊടുത്തിട്ട് പേഷ്യൻറ്റിന് കംപ്ലീറ്റ് റിക്കവർ ചെയ്യാൻ പറ്റുന്നുണ്ട്. 10 വർഷം പോലെ തീരെ മടങ്ങിയിരിക്കാൻ പറ്റാത്ത പേഷ്യൻറ്റിനെ വരെ നമ്മൾ ഒരു 2 ആഴ്ചത്തെ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് കംപ്ലീറ്റ് ഇരുത്തി പറഞ്ഞേക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. നിലവിൽ ഈ BMS പഠിച്ച ഒരു കുട്ടീൻ്റെ ജോലി സാധ്യത, കേരളത്തിലുള്ള ജോലി സാധ്യത എന്താണ്? അതുപോലെ വിദേശത്ത് ഇതിൻ്റെ സാധ്യതകൾ എങ്ങനെയൊക്കെയാണ്? യുനാനി സിസ്റ്റം കേരളത്തിൽ ഇപ്പോൾ വന്നാണല്ലോ, അതുകൊണ്ട് മറ്റ് സിസ്റ്റങ്ങളെക്കാളും കേരളത്തിൽ ഒരുപാട് സാധ്യതകൾ കൂടുതലാണ്. അതായത് ഇപ്പോൾ തന്നെ നമ്മൾ കേരളത്തിൽ 200ഓളം ഡോക്ടേഴ്സാണ് BMS കഴിഞ്ഞ് ക്വാളിഫൈഡ് ഡോക്ടേഴ്സ് ഉള്ളത്. അതിൽ തന്നെ 30 ആളുകളോളം നമ്മളെ ഗവൺമെൻറ് സെക്ടറിൽ വർക്ക് ചെയ്യുന്നവരാണ്. ഇപ്പോൾ 5 ബാച്ചാണ് ഇവിടുന്ന് ഇറങ്ങിയത്. അതിൽ തന്നെ ഒരുപാട് ഡോക്ടേഴ്സ് ഗവൺമെൻറ് സെക്ടറിൽ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ 30ഓളം NHMൻ്റെ ഡിസ്പെൻസറി ഉണ്ട്, ISMൻ്റെ ഡിസ്പെൻസറികളുണ്ട്, സെൻട്രൽ റിസർച്ച് യൂണിറ്റുകളുണ്ട്. ഇതിലൊക്കെ തന്നെ ഗവൺമെൻറ് തലത്തിൽ വർക്ക് ചെയ്യാനുള്ള സാധ്യതകൾ ഒരുപാട് കൂടുതലാണ്. ഇനി ഫ്യൂച്ചറിൽ നമ്മൾ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഓരോ ജില്ലാ യുനാനി ഹോസ്പിറ്റലുകളും, അതുപോലെ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ഓരോ ഡിസ്പെൻസറികളും വരികയാണെങ്കിൽ തന്നെ ഒരുപാട് ആളുകൾക്ക് ജോലി സാധ്യതയുള്ള ഒരു ഏരിയ ആണിത്. ഇപ്പോൾ വളർന്നു വരുന്നൊരു സിസ്റ്റം ആയതുകൊണ്ട് തന്നെ ഒരുപാട് ജോലി സാധ്യതകൾ ഈ സിസ്റ്റത്തിലുണ്ട്. നിലവിൽ ഗൾഫ് രാജ്യങ്ങളിൽ UAEയിലും ബഹ്റൈനിലുമാണ് MOH എക്സാം എഴുതാനുള്ള ഇതുള്ളത്. ബാക്കി രാജ്യങ്ങളിൽ ഒമാന്, ഖത്തർ, കുവൈറ്റ്, സൗദി, ഈ ഭാഗങ്ങളിലൊക്കെ തന്നെ MOHനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. MOH എക്സാം ക്ലിയർ ചെയ്താൽ നമുക്കവിടെ പ്രാക്ടീസ് ചെയ്യാം. വളരെ ചാൻസ് ഉള്ള, എന്നാൽ അറബികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ട ഒരു ചികിത്സാ രീതിയാണ് യുനാനി. അതുകൊണ്ട് തന്നെ വളരെ എഫക്റ്റീവായ രൂപത്തിൽ നമുക്ക് അവിടെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. നിലവിൽ ഒരുപാട് കോളേജുകൾ അയൽ സംസ്ഥാനങ്ങളിലൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ എന്തുകൊണ്ട് മർക്കസ് യുനാനി തിരഞ്ഞെടുക്കണം?
മർക്കസ് യൂണിവേഴ്സിറ്റിയിലെ ആദ്യത്തെ പ്രൊജക്റ്റാണ് മർക്കസ് യുനാനി മെഡിക്കൽ കോളേജ്. അതിൻ്റെ ആംബിയൻസ് സൂപ്പർ ആയിട്ടുള്ളൊരു ആംബിയൻസ് ആണ്. അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചറാണ്, വെൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ്. പിന്നെ പ്രാക്ടിക്കലായിട്ട് നോക്കുമ്പോൾ നമുക്ക് ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽ ഉണ്ട്. പ്രൈവറ്റ് സെക്ടറിൽ പറയുകയാണെങ്കിൽ 100ഓളം ക്ലിനിക്കുകൾ ഇപ്പോൾ കേരളത്തിൽ തന്നെ ഉണ്ട്. വളരെ സക്സസ് ആയിട്ട് നീങ്ങുന്ന ക്ലിനിക്കുകളുണ്ട്. പിന്നെ ഗവൺമെൻറ് ഏരിയയിലും നമുക്ക് വർക്ക് ചെയ്യാം. പ്രൈവറ്റ് സെക്ടറിൽ പറയുകയാണെങ്കിൽ 100ഓളം ക്ലിനിക്കുകൾ വളരെ സക്സസ് ആയിട്ട് നടന്നു പോരുന്നുണ്ട്. നമ്മളെ സ്റ്റുഡൻസ് തന്നെ 50ഓളം ക്ലിനിക്കുകൾ ഇവിടുന്ന് പാസ് ഔട്ടായ ഡോക്ടേഴ്സ് തന്നെ വളരെ സക്സസ് ആയിട്ട് നടത്തുന്ന ക്ലിനിക്കുകളുണ്ട് കേരളത്തിൽ. NIM PG കഴിഞ്ഞ ഡോക്ടേഴ്സ് ആണ് ഇവിടുത്തെ ടീച്ചേഴ്സ്. പ്രാക്ടിക്കലായിട്ട് നോക്കുമ്പോൾ നമുക്ക് നമ്മുടെ ക്യാമ്പസിൽ തന്നെ ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽ ഉണ്ട്. അതുപോലെ നമ്മളെ സ്റ്റുഡൻസിന് പ്രാക്ടിക്കൽ എക്സ്പോഷറിന് വേണ്ടിയിട്ട് നമ്മൾ പുറത്തേക്കും സ്റ്റുഡൻസിന് പറഞ്ഞയക്കുന്നുണ്ട്. അതുപോലെ ഗവൺമെൻറ് ക്ലിനിക്കുകളിലേക്കും. ഒരു ഡോക്ടർ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻ്റ് ആകുമ്പോൾ അവർക്ക് തിയററ്റിക്കലായിട്ടും പ്രാക്ടിക്കലായിട്ടും വളരെ നല്ല ഒരു എക്സ്പോഷർ നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്.